Hello and welcome to IELTS preparation by Sword Edu. In this session, we'll continue our discussion on how to write a process diagram essay in IELTS writing task 1. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷൻസ് ആയിട്ട് ഈ ഒരു പ്രോസസ് ഡയഗ്രാം ഈ ഒരു മോഡലിൽ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. നമ്മൾ പല ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ലൈഫ് സൈക്കിൾ, മാനുഫാക്ചറിങ് പ്രോസസ്, നാച്ചുറൽ പ്രോസസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നു. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു പുതിയൊരു ക്വസ്റ്റൻ എടുത്തിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ആസിഡ് റെയിൻ എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ പ്രോസസ്, നാച്ചുറലി ഒക്കറിംഗ് പ്രോസസ് ആണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സസ് അതിന്റെ ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് അറ്റൻഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു സെഷൻ നോക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം. The diagram, it's a diagram that shows the processes involved in the formation of acid rain. ആ ഒരു ഫിഗർ നോക്കുക, എന്താണ് അവിടെ കാണുന്നത്? We can see that the sources മാർക്ക് ചെയ്തൊക്കെ നമുക്ക് കാണാം. That is anthropogenic and natural. That is artificial and natural process ആണ്. നാച്ചുറൽ ഫാക്ടേഴ്സ് ഉണ്ട് എന്ത് ഈ ഒരു ആസിഡ് റെയിനിന്റെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് സോഴ്സസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആന്ത്രോപോജനിക് ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഫാക്ടറീസ് നിന്നുള്ള സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, അങ്ങനെ പല പോയിസണസ് ഗ്യാസസ് ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ദെൻ നാച്ചുറൽ പ്രോസസ്സസ് ഉണ്ട്, നാച്ചുറൽ ഫാക്ടേഴ്സും ഉണ്ട്. ദാറ്റ് ഈസ് VOC, NOx വേണ്ടിയുള്ള നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഗ്യാസസ് ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് സോഴ്സസ് ആണ്. ദെൻ ആ ഒരു ഫിഗർ നമുക്ക് കാണാം. ഈ ഒരു ഗ്യാസ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. ദെൻ രണ്ട് തരത്തിലാണ്. ദാറ്റ് ഈസ് ഗേഷ്യസ് പൊല്യൂട്ടൻസ് ഇൻ അറ്റ്മോസ്ഫിയർ ആൻഡ് പാർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് ഇൻ അറ്റ്മോസ്ഫിയർ. ഗേഷ്യസും പാർട്ടിക്കുലേറ്റും ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും അറ്റ്മോസ്ഫിയറിൽ. ഇതൊക്കെ പോയിസണസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സോഴ്സസ് എന്നെല്ലാം ഇതൊക്കെ അവിടെ ഫോം ചെയ്യുന്നു. ദെൻ അടുത്തായിട്ട് നമുക്ക് കാണാം ഇത് ഡയറക്ട്ലി രണ്ട് രീതികളാണ് അവിടെ കാണുന്നത്. ഒന്ന്, ഇത് ഡയറക്ട്ലി ഡ്രൈ ഡിപ്പോസിറ്റ്സ് ആയിട്ട് താഴേക്ക് പോകുന്നു. അല്ലാതെ മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നതാണ് ഇത് പൊല്യൂട്ടൻസ്. ഈ ഒരു പൊല്യൂട്ടൻസ് ക്ലൗഡ്സിലേക്ക് ഫോം ചെയ്തിട്ട് അവിടുന്ന് പ്രസിപ്പിറ്റേഷൻ വഴി താഴേക്ക് വീഴുന്നു. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒന്നെങ്കിൽ ഇത് ഡ്രൈ ഡെപ്പോസിറ്റ്സ് ആയിട്ട് നേരെ വീഴും, അല്ലെങ്കിൽ ക്ലൗഡ്സിലേക്ക് വീണിട്ട് അവിടെ ആ ഒരു ക്ലൗഡ് വാട്ടർ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് തന്നെ റെയിൻ ആയിട്ട് താഴേക്ക് പോകുന്നു. എന്നിട്ട് വെറ്റ് ഡെപ്പോസിറ്റ്സ് ആയിട്ട് താഴേക്ക് വീഴുന്നു. അപ്പൊ എങ്ങനെ പോയാലും ഇതെല്ലാം താഴെ ലേക്സ് അല്ലെങ്കിൽ റിവേഴ്സിലേക്കാണ് വീഴുന്നത്. എന്നിട്ട് ഇതെല്ലാം വാട്ടർ ബോഡീസിലേക്കും വെജിറ്റേഷനിലേക്ക് പോയി ഡാമേജ് ചെയ്യുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് സ്ക്രീനിൽ കാണുന്നത്, നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ കാണുന്നത്. അപ്പൊ ഇതാണ് ഒരു നാച്ചുറൽ പ്രോസസ് സൈക്കിൾ, എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ പ്രോസസ് സൈക്കിൾ, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു സാമ്പിൾ ആൻസർ സ്ക്രീനിൽ കാണാം. Its structure is the same as we have discussed before. That is the introduction, overview and the two body paragraphs. Introduction നമ്മൾ എന്ത് പറയുന്നു? ഇതുവരെ follow the same pattern. That is, this diagram illustrates the stages in the process of acid rain formation and the effects this can have on the environment. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു? Then അതിന്റെ ഇഫക്ട്സ് ആണ് കാര്യങ്ങളൊക്കെ ആ ഒരു ഡയഗ്രത്തിന്റെ ഒരു ഷോർട്ട് സമ്മറി. Then overview paragraph നോക്കുക, എന്താണ് പറയുന്നത്? Overall, it can be seen that the combination of natural and man-made elements are responsible for acid rain. നമ്മൾ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് നമ്മൾ ഡീറ്റെയിലിംഗ് ഒന്നും നടക്കുന്നില്ല. എന്താണ് നമ്മളൊരു ഓവറോൾ ഐഡിയ നമ്മൾ കൊടുക്കുകയാണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ, എന്താണെന്നൊന്ന് പറഞ്ഞു വെക്കുന്നു. ദാറ്റ്സ് ആസിഡ് റെയിൻ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് മാൻ-മെയ്ഡ് എലമെന്റ്സ് റെസ്പോൺസിബിൾ ഫോർ ആസിഡ് റെയിൻ. ദെൻ ദി ടു ബോഡി പാരഗ്രാഫ്സ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ നമ്മൾ ആ ഒരു സൈക്കിളിന്റെ തുടക്കം, ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ എലാബറേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ സൈക്കിൾ ബിഗിൻസ് വിത്ത് എമിഷൻ ഓഫ് ഗ്യാസസ് ആൻഡ് അതർ പാർട്ടിക്കിൾസ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. ആ സോഴ്സസിനെ കുറിച്ച് സംസാരിക്കുന്നു. വോൾക്കാനോസ്, ഇൻഡസ്ട്രിയൽ ഫാക്ടേഴ്സ്, മോട്ടോർ വെഹിക്കിൾ എക്സോസ്റ്റ്. അപ്പൊ അങ്ങനെ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഫാക്ടേഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നു. Then when they are released into the air, some of these gases such as sulfur dioxide and nitrogen dioxide can react in different ways to produce acids. അപ്പോൾ ഒരു ഇനീഷ്യൽ ഹാഫിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. നാച്ചുറൽ മാൻമെയ്ഡ് സോഴ്സസ് ഉണ്ട്. then അവിടെ നിന്ന് വരുന്ന ഗ്യാസ്, ദാറ്റ് നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ്, ഇതെല്ലാം പല രീതിയിൽ റിയാക്ട് ചെയ്ത് ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞേക്കും. ദെൻ സെക്കൻഡ് ബോഡി പാരഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നു എന്താ? Some of these acids return directly back to the ground as dry deposits, and at other times the acids can combine with clouds and are then carried by the prevailing winds until they fall back to the earth as acid rain or wet deposits. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ച കാര്യം, ദാറ്റ് ഈസ് ഈ ഒരു ആസിഡ്സ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസ് ആസിഡ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡ്രൈ ഡിപ്പോസിറ്റ്സ് ആയിട്ട് വീഴും, അല്ലെങ്കിൽ ക്ലൗഡ്സിലേക്ക് വീണിട്ട് റെയിൻ ആയിട്ട് വിൻഡ് ഡിപ്പോസിറ്റ്സ് ആയിട്ട് താഴേക്ക് വീഴുന്നു എന്ന് പറയും. Then eventually both these processes end with acids being deposited into waterways such as rivers and lakes and into vegetation. Final results എന്ന് പറയുന്നത് വാട്ടർ എല്ലാം പോയിസൺഡ് ആയി ആൻഡ് ദ ഹോൾ എൻവയോൺമെന്റ് ഇസ് ഡാമേജ്ഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു തേർഡ് രീതി, അതായത് തേർഡ് ടൈപ്പ് ഇൻ പ്രോസസ് ഡയഗ്രാം എസ്സേ. അപ്പൊ നമ്മൾ ഇത്രയും കഴിഞ്ഞ ഒരു 4-5 സെഷൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഈ പ്രോസസ് ഡയഗ്രാം അതിന്റെ പല ടൈപ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് ഒരു നാച്ചുറൽ പ്രോസസ് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു മോഡൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാന്നുള്ളൊരു രീതി ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു.
അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ പ്രോസസ് ഡയഗ്രാം അത് എങ്ങനെ അറ്റൻഡ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് സെഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ടൈപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.